ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ബീസ് ടെക്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് ഹാർഡ് കോറാണ് ചെയ്യാൻ പോണത്. അല്ല, ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് കളിക്കണത്. സോ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഗായ്സ്, ഞാനിവിടെ ക്രിയേറ്റ് വേൾഡ് കൊടുക്കുന്നു. ക്രിയേറ്റ് ന്യൂ വേൾഡ്. വേൾഡിൻ്റെ പേര് ഹാർഡ് കോർ എന്ന് കൊടുക്കാം. ഹാർഡ് കോർ ഓപ്ഷൻ ഓണാക്കി. ഇനി നമുക്ക് പറഞ്ഞ് ചെയ്യാനല്ലോ മൾട്ടിപ്ലയർ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. റിസോഴ്സ് ബാക്ക് എൻ്റെ ഉള്ളതൊന്നും വർക്ക് ചെയ്യാനുള്ള വേറെ നല്ലത് കിട്ടണം. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്ലേ. ഗൈസ്, നമ്മുടെ വേൾഡ് ലോഡ് ആവണേന്. സോ ഗൈസ്, ഫൈനലി നമ്മുടെ വേൾഡ് സ്പോണായി. നമ്മളത് ഒരു കാടിൻ്റെ ഇടയിലാണ് സ്പോൺ ആക്കണത്. നമുക്ക് ഈ മരമൊക്കെ ഫസ്റ്റ് അങ്ങോട്ട് വെട്ടി തുടങ്ങാം. വേഗം എല്ലാ മരങ്ങളും വെട്ടി തീർക്കണം. ഇതിൽ പിന്നെ സ്പോണൊന്നും മാർക്ക് ചെയ്ത് വെക്കണ്ട, ചേർത്താൽ പിന്നെ സ്പോൺ ആവില്ലല്ലേ. സോ നമുക്ക് ഈ മരങ്ങളെല്ലാം വെട്ടിയെടുക്കാം. സോ നമ്മൾ കുറച്ച് മരമൊക്കെ വെട്ടി. ഇനി നമുക്ക് ഷീപ്പാണ് വേണ്ടത്. ഷീപ്പിനെ കുറേ ഞാൻ തപ്പാണത്, ഒന്നിനെയും കാണാനുള്ള. കുറേ തപ്പി, പക്ഷേ എവിടെയും കാണാനുള്ള. ഇനി ഓടേണ്ടി വരും. ബേസിനൊക്കെ നല്ലൊരു ഏരിയ തന്നെ കണ്ടുപിടിക്കണം. ഈ അപ്ഡേറ്റിലെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഗൈസ്, പോണ വഴിക്ക് എനിക്ക് കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയായിരുന്നു. ഞാൻ അതിനാണ് കൂടി അത് പൊളിച്ചെടുത്തായിരുന്നു. ഇത് അപ്പുറത്ത് രണ്ടും കാണുന്നുണ്ട്, അതുകൊണ്ട് പൊളിച്ചെടുത്തേക്കാം. ഇമ്പോർട്ടൻറ്റ് എടുക്കാം. ഇനി ഓട്ടോ പിന്നെയും തുടങ്ങാം. സോ നമുക്കിവിടെ ഒരു ഷീപ്പിനെ കിട്ടി. പിന്നെ സ്റ്റക്കാണ് ഈ ഷീപ്പ്. തട്ടി ഇതാണിത് ലൈവ്. ഓക്കെ, ചത്തു. ഇനി നമുക്ക് 2 എണ്ണം കൂടി മതി. 2 എണ്ണം. അടുത്തതിനെ കിട്ടി. അതെ പോയി. ചത്ത്. സോ ഒരെണ്ണം കൂടി മതി നമുക്ക്. ഡെസേർട്ട് സാൻഡിന് ക്ഷാമം ഉണ്ടാവില്ല. അപ്പം സാൻഡ് തപ്പാം. ഞാൻ കോർഡിനേറ്റ്സും മെത്തഡ്സും പ്ലേ ചെയ്തൊന്നും കൂടി ഓണാക്കി ഇട്ടിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ് എന്താണാവോ. ഇനി നമുക്കൊരു ഷീപ്പും കൂടിയല്ലേ വേണ്ടത്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഹാർഡ് കോറിലെ ഫസ്റ്റ് കടമയാണത്. പട്ടി വേണ്ട, പട്ടി അടിച്ച് എത്തുന്ന പറഞ്ഞ നാണക്കേടാണ് ഹാർഡ് കോർ. മൂന്നാമത്തത് കിട്ടി. ഓക്കെ, ചത്ത്. സോ ഇനി ബെഡ് ഉണ്ടാക്കാം. ഇനി നല്ലൊരു ബേസിന് വേണ്ടിയുള്ള ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ 2 പൂക്കൾ കുറച്ചെടുത്ത് റെഡ് കളർ ബെഡ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ബേസിന് ഏരിയ മാത്രം മതി. നല്ലൊരു ഏരിയ ഞാൻ കണ്ടുപിടിക്കണം. ഇനി പ്ലെയിൻസ് ആണെങ്കിൽ കുറച്ചും കൂടി മോബ് അവോയ്ഡ് ചെയ്യാം. സോ ഗൈസ്, ഇത് നേരെ ഫ്രണ്ടിൽ റൂയിൻഡ് ബോൾട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിന് എന്തിലോട്ടാണ് നോക്കണം. ലാവയിലൊന്നും ചാടാറില്ലേ. ചെസ്റ്റ് ഉണ്ട്. സോഡ്, ലോഡ് സ്റ്റോൺ, ഫയർ സ്റ്റാർജർ കണ്ട ബൂട്ട് അടിക്കാം. സോഡ് കൊടുക്കാം. ബാക്കിയൊക്കെ അവിടെ ഇല്ലട്ടെ, ആവശ്യമില്ലാത്ത. ഇതെന്താണ് ബൂട്ട്? ഫയർ പ്രൊട്ടക്ഷൻ 1. കുഴപ്പമില്ല. ഇനി നമുക്ക് നല്ലൊരു ബേസിൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് കാണാം. സോ ഗൈസ്, നമുക്ക് ഫുഡ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ വെട്ടി ഫർണസ് ഉണ്ടാക്കി കയ്യിലുള്ള മീറ്റൊക്കെ കുക്ക് ചെയ്യണം. സോ നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ആദ്യം ഉണ്ടാക്കാം. ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഇനി വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്ത് ഫർണസ് ഉണ്ടാക്കി ഫുഡ് സെറ്റ് ആക്കിയ ബേസ് റെഡി. ബേസിനുള്ള സ്ഥലത്ത് കണ്ടുപിടിക്കണം. അതിന് ശേഷം ബേസ് പണിയാണ്. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ തന്നെ ആയിരിക്കും ബേസ് പണിയാണ്. കോബിൾ സ്റ്റോൺ കുറേ വഴി വരും. തൽക്കാലം ഒരു 8 എണ്ണം
സോ ഫർണസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി കുറച്ച് സ്ലാബ് അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് മീനാണ് അത് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഇനി അതൊക്കെ വെച്ചാൽ ഒരുപാട് കൂടുതൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നു. നൈറ്റ് അവറായി നമ്മളെ കുറച്ചൊരു ബ്ലാങ്ക് ഉണ്ടാക്കുക. ഇവിടെ നമ്മുടെ ഫർണസ് 13 മട്ടനുണ്ട്. അതും ഇതും കൂടി സ്മെൽറ്റ് ആകുമ്പോൾ അതായത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ബെഡ് റെഡിയായി. ബെഡ് പ്ലേസ് ചെയ്യാം. റീസ്പോൺസ് പോയി സെറ്റാ. റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് എന്തിനാ, റീസ്പോൺ ഇല്ലല്ലോ. നൈറ്റ് ആവട്ടെ. നമ്മുടെ ഹാർഡ് കോറിലെ ഫസ്റ്റ് ഉറക്കമാണത്. ഓക്കെ, ഫസ്റ്റ് ഡേ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഫുഡ് 5 എണ്ണമായി. ബാക്കിയാവട്ടെ. ഫുഡ് മുഖ്യമാണ്. നമുക്ക് കുറച്ചും കൂടി സ്ലാബ് എടുത്ത് വെച്ച് കൊടുക്കാം. അതാവട്ടെ. നമുക്കിനി മരവും കോബ്ൾസ്റ്റോണൊക്കെ ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ അതേ ഇവിടെ നമുക്ക് മാറണം നല്ലൊരു ഏരിയയിലോട്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നമ്മൾ ഇതൊക്കെ വെച്ച് ഫുഡ് സെറ്റാക്കിയതാണ്. പതിയെ നല്ലൊരു ഏരിയയിലോട്ട് മാറിയിട്ട് കാണാം. ഇനി പിക്കാക്സ് ഉണ്ടാക്കാം. കുറച്ചും കൂടി കോബ്ൾസ്റ്റോൺ നമുക്ക് വേണം. അങ്ങനെ എല്ലാം നട്ടുപിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. രാത്രി ആറിയിട്ടുണ്ട്. ആ ഫാമെല്ലാം സെറ്റായി. രണ്ടാമത്തെ ഡേ നമ്മൾ ഉറങ്ങാൻ പോകണം ഗൈസ്. സോ നമ്മുടെ രണ്ടാമത്തെ ഡേ അങ്ങനെ തുടങ്ങി. നമുക്ക് കോബിൾസ്റ്റോൺ കുറച്ചധികം മൈൻ ചെയ്യണം. ഞാൻ കുറച്ച് കോബിൾസ്റ്റോൺ മൈൻ ചെയ്യട്ടെ ഗൈസ്. മാക്സിമം കോബിൾസ്റ്റോൺ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. സോ ഗൈസ്, ഞാനങ്ങനെ മാക്സിമം സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സൊക്കെ ആട്ടിവിട്ട്. സോ നമുക്കിനി ആക്സ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് മാക്സിമം മരം കെട്ടണം. എന്നിട്ട് വേണം നമുക്ക് സ്റ്റാർട്ടർ ബേസ് റെഡിയാക്കാം. നമുക്കൊരു ചെസ്റ്റും കൂടി വേണം. ചെസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻവെന്ററി ഒന്ന് ക്ലിയർ ആക്കി വെക്കാം. സോ ഗൈസ്, അങ്ങനെ മാക്സിമം ട്രീയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. വാണ്ടറിങ് ട്രേഡർ ഇയാളെന്താണോ വിൽക്കുന്നത്? ഓടല്ലേ കിട്ടി. ഗ്ലാസ് ബോട്ടിൽ കൊടുത്ത ഒരാളുടെ വരുമല്ലേ. നൈസ്. പോവല്ലേ മച്ചാനെ, ഞാൻ പോയി ഗ്ലാസ് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മുടെ ഗ്ലാസ് അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഗ്ലാസ് കൊടുത്ത് ഇനി ഒരെണ്ണം പോയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളാണ് വെക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അതിൽ നിന്ന് 6 എണ്ണം കിട്ടി ഗൈസ്. 1 ഗ്ലാസ്സിൽ നിന്ന് 3 എണ്ണം കിട്ടുന്നു. ഇത് നേരെ ഉണ്ടായി അയാളുടെ തന്നെ വിറ്റ് കാശാക്കാം. അത്രേ ഉള്ളൂ. എമറാൾഡ്. യെസ്, ഇയാളുടെ എന്തെങ്കിലും വേറെ ഒരു ബക്കറ്റ് പാല് 2 സീഡാണെങ്കിൽ ബീട്രൂട്ട് സീഡായിരുന്നല്ലേ. കുഴപ്പമില്ല, അറിയാണ്ട് വാങ്ങിച്ച. ഇയാൾ റീസെറ്റ് ആകും അറിയില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ അതുവരേക്കും ഗുഡ് ബൈ.